ശബരിമല വിഷയത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ അയ്യപ്പന്മാരോട് നീതി കാണിച്ചില്ല. അവരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും അവരുടെ ആചാരസങ്കല്പങ്ങളെയും എല്ലാം പിച്ചിച്ചിന്തിയ സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ അയ്യപ്പന്മാരെ കുത്തിനോവിച്ചവരാണ്, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയവരാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് കരകയറാൻ അയ്യപ്പ സംഗമം നടത്തിയാൽ സാധിക്കുമെന്ന് ആരോ ഉപദേശിച്ചിട്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്ന് ആരും സാമാന്യനെ അത് അങ്ങനെ ചിന്തിച്ച് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ളതാണോ? പല കാര്യങ്ങളിലും സർക്കാർ കൊടുത്തിരിക്കുന്ന രേഖാമൂലം കൊടുത്തിരിക്കുന്ന പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. ഒന്ന് സുപ്രീം കോടതിയിൽ തന്നെ കിടപ്പുണ്ട്. എന്താണ്? ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാം, അവിടെ യുവതി പ്രവേശനമാകാം, അത് ലിംഗനീതിയുടെ അല്ലെങ്കിൽ ഭരണഘടനാപരമായി യുവതികൾക്ക് കിട്ടേണ്ട അവകാശ അധികാരങ്ങൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥമായ സർക്കാരിന് ഈ നിലപാട് സ്വീകരിക്കും. വളരെ ഖണ്ഡിതമായി സംശയലേശമന്യേ ശബരിമല ആചാരത്തിനെതിരായിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സർക്കാർ ഇപ്പോൾ അത് തിരുത്താതെ ഇപ്പോൾ ഇങ്ങനെ അയ്യപ്പന്മാരെ നടിച്ച് വന്നു കഴിഞ്ഞാൽ അത് കപടമാണ്, കാപട്യമാണ്. ഇപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ള വിവരങ്ങൾ അത് ദേവസ്വം ബോർഡിൻ്റെ ഈ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ തിരുത്താൻ യൂട്ടാണ് അവർ അത് ചെയ്യാൻ തയ്യാറാകുന്നു. സർക്കാരിൻ്റെ കാര്യവും സർക്കാരാണ് ഇത് നടത്തുന്നത്. ഇത് ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുകയാണ്. ഒരു ചോദ്യം, ഒരു മതേതര സർക്കാരിന് ഇങ്ങനെയുള്ള വിശ്വാസികൾ സമൂഹത്തെ വിളിച്ചു കൂട്ടാൻ ഉള്ള അധികാരമുണ്ടോ? അല്ലെങ്കിൽ അത് ന്യായമാണോ, പ്രസക്തമാണോ, ഔചിത്യമുണ്ടോ? ഇതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ച വലിയ പ്രശ്നം നടക്കുകയാണെന്ന് നിങ്ങൾക്ക് അവിടുത്തെ വിശ്വാസികളൊന്നും വിളിച്ചു കൂട്ടരുത്. അങ്ങനെ വിളിച്ചു കൂട്ടാൻ ഒരു സമൂഹത്തിലെ വിശ്വാസികളെ സർക്കാരിന് എങ്ങനെ വിളിച്ചു കൂട്ടാൻ പറ്റും? അതൊരു ഒരു ഫണ്ടമെൻ്റലായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഒരു മതേതര സർക്കാർ അത് ചെയ്യാൻ പാടില്ല. ഈ ശബരിമല നമ്മുടെ ഒരു വലിയ സ്വത്താണ്. അത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിന് എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു ശ്രമമാണ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറ്റു അവകാശമാണ്. ആഗോളതലത്തിൽ അറിയപ്പെടാൻ കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും ആവശ്യമില്ല, ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല. അത് ആഗോളത്തിൽ അറിയപ്പെടുന്നതാണ്. ശബരിമല ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഒരിടമാണ്. അതിന് ആഗോള പ്രശസ്തിയുണ്ട്. അതിൽ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുന്നത്? അവിടെ വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ ശബരിമല ക്ഷേത്രത്തിന് കഴിയില്ല. അതാണ് അവസ്ഥ. ഇനി എല്ലാവരും കൂടി അറിയിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം, ശബരിമലയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ശബരിമല വിശ്വാസികളാണ് നല്ല ഭൂരിപക്ഷ ആൾക്കാർ. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഒരു സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല, പ്രശസ്തി കിട്ടാൻ വേണ്ടിയും സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ അയ്യപ്പന്മാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ചില സംശയങ്ങൾ പൊന്തി വരുന്നു, സ്വാഭാവികമാണ്. ഒന്ന്, ശബരിമല അയ്യപ്പ ഭക്തന്മാർ നിരവധി ആയിരക്കണക്കിന് ആൾ ഇപ്പോൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവരാണ്, നിരപരാധികളാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് യാതൊരു കാരണവും കൂടാതെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ നിർദ്ദയം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറുകയൊക്കെ ചെയ്ത് കേസുകൾ നിരവധിയുണ്ട്. എത്രയോ ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീരബലിദാനികളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ കേസിൽപ്പെട്ട് പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിൽ ഇൻ്റർവ്യൂവിന് ഈ കേസുള്ളതുകൊണ്ട് അതിൽ നിന്നും തഴയപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ അയ്യപ്പന്മാർ വളരെ വേദനയോടുകൂടി പ്രതിഷേധത്തിലും ഉത്കണ്ഠയിലും കഴിയുമ്പോഴാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിന് ആൻസറില്ല. ഇത് നടത്തരുതെന്നൊന്നും ആരും പറയുന്നില്ല. അയ്യപ്പ സംഗമം അങ്ങനെ നടത്താൻ പാടില്ലാത്ത ഒന്നാണെന്നൊന്നും അഭിപ്രായമില്ല, നടത്തിക്കോട്ടെ. പക്ഷേ ഈ സംശയങ്ങൾക്ക് സർക്കാർ മുൻകൈ എടുത്തതുകൊണ്ട് സർക്കാർ ഉത്തരം പറയും.